ഈ അച്ഛനും മകനും അവർ ചെയ്തൊരു തെറ്റുമറയ്ക്കുന്നതിനായി ഒരു പശുവിനെ കിണറിന് മുകളിൽ കയറ്റി നിർത്തുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അവർ പ്ലാൻ ചെയ്തതുപോലെ കിണറിന്റെ അടപ്പ് തകർന്ന് അത് കിണറിനകത്തേക്ക് വീഴുന്നു. അകത്ത് വീണ പശുവേദന കാരണം കരയുന്നു. ആ ശബ്ദം ആരും കേൾക്കാതിരിക്കുന്നതിനായി അയാൾ ആ പശുവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതിനുശേഷം ഹെൻറിയും മകനും ചേർന്ന് ആ കിണർ മൂടുന്നു. പക്ഷെ ആ കിണറിനകത്ത് പശു മാത്രമല്ല ഉള്ളത്, തന്റെ വൈഫിനെയും അയാൾ കൊന്ന് അതിനകത്ത് ഇട്ടിരിക്കുന്നു. ആക്ച്വലി ഹെൻറിയും ഫാമിലിയും വൈഫിന്റെ പേരിലുള്ള ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് വർഷങ്ങളായി ജീവിക്കുന്നു. പക്ഷെ വൈഫിന് ആ ലൈഫ് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലം വിറ്റ് സിറ്റിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഹെൻറിയെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഹെൻറിയും മകനും ആ സ്ഥലം വിറ്റ് സിറ്റിയിലേക്ക് പോകുന്നത് മണ്ടത്തരമാണെന്ന് വിചാരിക്കുന്നു. ദിവസങ്ങൾ പോകുന്തോറും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ ഹെൻറിയുടെ വൈഫ് അയാളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതായി പറയുന്നു. ആ സ്ഥലം കൈവിട്ടു പോകാതിരിക്കുന്നതിനായി ഹെൻറി മകനെയും ബ്രെയിൻ വാഷ് ചെയ്ത് തന്റെ വൈഫിനെ കൊന്ന കിണറിനകത്തിടുന്നു. കുറെ നാളായി വൈഫിനെ കാണാനില്ലാത്തത് കൊണ്ട് ഒരു പോലീസ് ഓഫീസർ അത് അന്വേഷിക്കുന്നതിനായി വരുന്നു. അപ്പോൾ ഹെൻറി മകനും ചേർന്ന് അവൾക്ക് ഗ്രാമത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാതെ സിറ്റിയിലേക്ക് പോയതായി പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതേസമയം കിണറിനെ പറ്റി ചോദിക്കുമ്പോൾ പശു അതിനകത്ത് വീണതുകൊണ്ട് മൂടിയതാണെന്ന് പറയുന്നു. ഹെൻറി താൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ വീട്ടിൽ സ്ട്രേഞ്ച് ആയ കാര്യങ്ങൾ നടക്കുന്നു. പോകെ മകനും അയാളെ വെറുക്കാൻ തുടങ്ങി അയാളെ ഉപേക്ഷിച്ചു പോകുന്നു. ഒരു ഘട്ടത്തിൽ ഏത് സ്ഥലത്തിനു വേണ്ടിയാണോ വൈഫിനെ കൊന്നത് ആ സ്ഥലം ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴും അയാൾക്ക് സമാധാനമുള്ള ജീവിതം കിട്ടുന്നില്ല. അതേസമയം അയാളെ ഉപേക്ഷിച്ചു പോയ മകനും മരിച്ച് എല്ലാവരുടെയും ആത്മാക്കൾ അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അവസാനം അയാൾ താൻ ചെയ്ത തെറ്റ് ഒരു ലെറ്ററായി എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നു.